നമസ്കാരം ഡിയർ സബ്സ്ക്രൈബേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ തലയിൽ എണ്ണ വെക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടിപ്പാണ്. നമുക്ക് ഹെയറിന് നീളം വെക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിൽ കിടക്കുന്നത് മാത്രമല്ല ഭംഗി എന്ന് പറയുന്നത്. കറുത്ത മുടി വേണം നമുക്ക്, അതുപോലെ തന്നെ നല്ല ലെങ്ത്ത് വേണം. ആ ലെങ്ത്തിനൊപ്പം തന്നെ മുടിക്ക് നല്ല ഉള്ളും കൂടി ഉണ്ടെങ്കിൽ ആ മുടിക്കൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ കുറച്ച് നീളം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ചിലർക്ക് മുടിക്ക് നല്ല ഉള്ളു കാണുമായിരിക്കും, പക്ഷേങ്കിൽ ലെങ്ത് വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെ, എല്ലാവർക്കും ഇപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ മടിയായിരിക്കും, അത് യൂസ് ചെയ്യാതെ വെറും 2 ആഴ്ചക്കുള്ളിൽ തന്നെ മുടിക്ക് നല്ല ഉള്ളും അതുപോലെ തന്നെ ലെങ്ത്തും വെക്കാനുള്ളൊരു വീഡിയോ ആണ്. അപ്പം മുടിയിൽ ഹെയർ ഓയിൽ തേക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിന് നമുക്ക് ആദ്യം ആവശ്യം വേണ്ടത് ഉലുവ കുതിർത്തതാണ്, തലേദിവസം ഉലുവ കുതിർത്തത്. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ഇലയാണ്. നമുക്കിത് തലയിൽ തേക്കുന്ന സമയത്ത് മറ്റ് അലർജിയോ പ്രോബ്ലമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ പനിക്കൂർക്ക ഇല. പിന്നെ നമുക്ക് വേണ്ടത് 5 ഇതിലുള്ള ചെമ്പരത്തിയുടെ 2-3 ഇലകളാണ് വേണ്ടത്. അതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 2 ഐറ്റം എന്തായാലും വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പിടി നമുക്ക് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കറുത്ത കളറിലെ എള്ളാണ്. അതും ഇതുപോലെ കുതിർത്ത് വെക്കണം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. നമുക്ക് ഈ 2 ഐറ്റംസ് മാത്രം അരച്ചെടുക്കേണ്ട. ഇതിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് അരച്ചെടുക്കാവേ. ഞാനപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാവേ. അപ്പം അരിപ്പ വെച്ച് കൊടുത്ത് ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനിപ്പോൾ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും, അത് ഒരു ഗ്രീൻ കളറിൽ. ഇനി നമുക്കൊരു ഫില്ലർ ഉപയോഗിച്ച് ഓരോ വകുപ്പെടുത്ത മുടിയിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. തലയോട്ടി നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ മുടിയുടെ ചെടയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു ഫില്ലർ എടുക്കുക. ഇത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് കാണും ഇതുപോലെ ഒരു ഫില്ലർ. അതെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് തേച്ച് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം. പിറ്റേന്ന് രാവിലെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്തെങ്കിലും വെച്ച് നമുക്ക് അത് കഴുകി വാഷ് ചെയ്ത് കളയാം. സ്മെല്ലൊന്നുമില്ല, കറി ലീവ്സിൻ്റെ മാത്രം സ്മെല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഹെയർ വാഷ് ചെയ്ത് നമുക്ക് പോകാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ല തിക്കായിട്ടും നല്ല ലോങ് ഹെയർ, നല്ല ബ്ലാക്ക് കളറിലുള്ള ഹെയർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ബൈ.